അപ്പൊ ഈ കല്യാണത്തിന് വിളിക്കുക, അതിന്റെ ചടങ്ങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇപ്പൊ ഞങ്ങൾ കല്യാണം വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ആളും കൂടി ഞായറാഴ്ച പെണ്ണ് കൊണ്ടുവരലാണ്, ഇങ്ങോട്ട് ചെക്കനെ കെട്ടിച്ചുകൊണ്ട് വരലാണ്. അപ്പൊ അത് കാരണം കൊണ്ട് കല്യാണം എല്ലാരും വിധിയെന്നാണ് പറയുന്നത് ഞങ്ങള്. അപ്പൊ ഇത് ചെക്കന്റെ വീട്ടിലാണ് ചടങ്ങല്ല. ഇനിയിപ്പോ ഇവിടുന്ന് നാളെ രാവിലെ 10:30 ആകുമ്പോൾ അങ്ങോട്ട് പോകും. മുഹൂർത്തം നിശ്ചയിച്ചു കഴിഞ്ഞാൽ 11 മണിക്ക് 12 മണിക്കാണ് അങ്ങനെ മുഹൂർത്തം ഉണ്ടാവും. ഇത് കെട്ടാണ് ഞങ്ങൾക്ക് അവിടെ, അപ്പൊ അതിലൊരു മുഹൂർത്തം ഉണ്ടാവില്ല. അപ്പോൾ സാരി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ മുഹൂർത്തങ്ങളൊക്കെ പറയും. ഇത് കെട്ടായി കഴിഞ്ഞാൽ അവിടെ ഈ കാരണവന്മാരൊക്കെ ഉണ്ട്, അവിടെ കുന്നുകാർ. ഞങ്ങൾക്ക് അങ്ങനെ കുന്നുകാരെ പ്രശ്നമില്ല, വിരുന്നുകാരേ ഉള്ളൂ. ഞങ്ങളെ തൊട്ടപ്പുറത്ത് പള്ളവയൽ എന്ന് പറഞ്ഞ കോളനിയാണ്, അവിടെ വിരുന്നുകാരാണ് ഞങ്ങൾക്ക് അവർ. കുന്നുകാർ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾ ആൾക്കാർ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കുന്നില് പെൺകുട്ടിയെ മറ്റൊരു കുന്നിലേക്ക് കല്യാണം കഴിച്ചു അങ്ങനെ കൊടുക്കില്ല. അങ്ങനെയെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുത്ത കുടിയിലേക്ക് ഒരു പെണ്ണിനെ ഇവിടുന്ന് കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ആ കുടിയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ കൊണ്ടുവരാം. പിന്നെ ഞങ്ങൾക്ക് കൊലമാണ് വരും. പിന്നെ വേങ്കടക്കൊലം, കാതിയക്കൊലം, വില്ലിപ്പക്കൊലം, അങ്ങനെ 4 കൊലങ്ങളുണ്ട്. ആ കൊലങ്ങളിൽ പെട്ട ഞാനിപ്പോൾ എൻ്റെ അമ്മേൻ്റെ കൊലമായിരിക്കണം ഞാൻ കെട്ടാൻ പോകണം പെണ്ണ്. അമ്മേൻ്റെ അല്ല, അച്ഛൻ്റെ കൊലമായിരിക്കണം ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. എൻ്റെ അമ്മ വില്ലിപ്പക്കൊലമാണ്, ഞാൻ കെട്ടിയിരിക്കുന്ന വടക്കക്കൊലത്തിലുള്ള പെണ്ണിനെയാണ്. അങ്ങനെയാണ് കല്യാണം നടക്കുന്നത്. ഈ കൊലം എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിൻ്റെ എന്തോന്ന് ഞങ്ങൾ നോക്കുന്നത്. അതായത് അത് നോക്കാതെയാണ് പലരും കല്യാണം കഴിക്കുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നതൊക്കെ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ അരിവാൾ രോഗം വരെ അങ്ങനെ പറയപ്പെടുന്നത്. അങ്ങനെയാണ്. പണ്ട് ഈ സ്വത്ത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി മരുമക്കത്തായൊക്കെ ഇങ്ങനെ പല അസുഖങ്ങളും ഉണ്ടായിരുന്നു പറയപ്പെടുന്നു. പക്ഷെ പണ്ടത്തെ മനുഷ്യർ എത്രയോ ബുദ്ധിപരമായിട്ട് അത് കൈകാര്യം ചെയ്തതാണ്. ഒരു കുടി അടുത്ത കുടിയിലേക്ക് കൊടുക്കില്ല. അങ്ങനെ വ്യക്തമായ അകൽച്ചകളുണ്ട്. രക്തബന്ധം തമ്മിലൊക്കെ വ്യക്തമായ അകൽച്ചകളുണ്ട്. അപ്പൊ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അസുഖങ്ങൾ കൂടുതലും ഇതൊക്കെ ഈ പ്രണയവിവാഹമൊക്കെ വരുമ്പോ തെറ്റുമ്പോഴാണ് ആവേശം കൊണ്ട് കല്യാണം കഴിക്കും. അപ്പോഴാണ് ഈ ഉണ്ടായി വരുന്ന കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്ദ്യം പോലുള്ള കാര്യങ്ങളൊക്കെ കാരണവന്മാര് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പോവുക. അതാണ്. പേരെന്തായിരുന്നു? ഹരിസുധൻ. എന്താ ചെയ്യുന്നത്? ഞാൻ ഇൻഡസ്ട്രിയൽ വർക്കാണ്. ഇവിടെ തന്നെ ഒത്തിരി സന്തോഷം കാര്യങ്ങൾ പറഞ്ഞു തന്നേന്. ശരിയാണ്. ഞാൻ നിങ്ങളെ യൂട്യൂബ് എല്ലാം കാണുന്നുണ്ടല്ലോ, കണ്ടപ്പോ തന്നെ ഞാൻ ഓടി വന്നത്.